അപ്പോൾ ഗെയ്സ് ഇന്നാണ് ചെറിയ പെരുന്നാൾ, അതായത് നിങ്ങൾ കാണുന്ന ദിവസം. അപ്പോൾ നമ്മളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വന്ന് നോക്കിയപ്പോൾ നമ്മുടെ GTR കുട്ടപ്പനായി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബെന്നിയുടെ ഫ്രണ്ട് ജോൺ തന്നെ അവനാണെന്നുണ്ടെങ്കിൽ വിളിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് അവൻ്റെ സ്ഥലത്തോട്ടൊരു സംഭവം എത്തിയിട്ടുണ്ടെന്ന്. അതായത് നമുക്ക് ഈ വണ്ടി ഇറക്കി തന്ന ആളിലൊരാളാണ്. ഓക്കെ, അപ്പോൾ ഇതാണെന്നുണ്ടെങ്കിൽ നമ്മുടെ GTR കുട്ടപ്പനായിട്ട് ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. എൻ്റെ മോനെ അടിയൊന്ന് തട്ടി കഴിഞ്ഞാൽ ഒക്കെ പോയി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ദാസപ്പം ഇന്നും ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയേക്കാണ്. അതായത് അവന് ഡ്രസ്സ് ശരിയായിട്ടില്ല, അപ്പോൾ ഇന്ന് വേഗം ഓടിയിട്ടുണ്ട് കടയിലോട്ട്. അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയി നോക്കാം. അപ്പോൾ ഇന്നാണെന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റേ പഴയ പോലെ അങ്ങ് വളവിൽ അങ്ങ് കയറി പോകാൻ പറ്റത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അവിടെ പോലീസുകാർ എന്നെ കാത്ത് നിൽക്കുന്നുണ്ട്. ഞാനവിടെ വളവിൽ നിന്ന് കയറി വീഡിയോയും കണ്ടിട്ട്. അപ്പോൾ നമുക്കതിനെ കറങ്ങി കയറുന്നതാണ് നല്ലത്. കണ്ടോ, അവിടെ വളവിൽ കുറച്ച് പേര് നിൽക്കുന്നുണ്ട്. നമുക്ക് അവർ മൈൻഡ് ചെയ്യാതെ എല്ലാം അങ്ങോട്ട് പോയേക്കാം. പിന്നെ നിങ്ങൾ ആ വീഡിയോ ലൈക്ക് അടിച്ചിട്ടില്ല, ചാനൽ സബ്സ്ക്രൈബും ചെയ്തിട്ടില്ല, വീഡിയോ ലൈക്ക് അടിക്കാത്തവർ വേഗം ലൈക്ക് അടിച്ചോ. ലൈക്ക് അടിക്കാൻ മറന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം ഒരു പ്രതീക്ഷിക്കുന്നത് ഒരു 100 ലൈക്കെങ്കിലുമാണ്. അപ്പോൾ ലൈക്ക് അടിക്കാത്തവരെല്ലാവരും ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്ത് പവർ. അപ്പോൾ നമ്മളാണെന്നുണ്ടെങ്കിൽ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് ഇങ്ങോട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ. അപ്പോഴത്തേക്കും ആണെന്നുണ്ടെങ്കിൽ വിളിച്ചത് നമ്മൾ ഈ വളവിലൂടെ കയറിയിട്ട് അവിടെ വന്നിട്ട് ഇറങ്ങാനാണ് നമ്മൾ പ്ലാനിങ്. പിന്നെ നമ്മുടെ GTR കുട്ടനാണെന്നുണ്ടെങ്കിൽ പവറാണ്. അയ്യോ, പവറാണെന്ന് പറഞ്ഞതേ അവിടെ കൊണ്ടൊരു ഇടിയാണ്. എന്ത് പറയാനാ, GTRനൊന്നും പറ്റിയില്ലല്ലോ അല്ലേ. അവിടെ ബ്രേക്ക് കിട്ടിയത് തൊട്ട് നന്നായി. അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ അതിൻ്റെ ഫ്രണ്ട് ബമ്പറും കൊണ്ട് ഞാനിപ്പോൾ ബെന്നിയുടെ ഷോപ്പിലോട്ട് തന്നെ തിരിച്ചു കൊണ്ടുവരുന്നു. ഇന്നലെ അങ്ങ് ഇറക്കിയിട്ടുള്ളൂ നേരാക്കിയിട്ട്. അപ്പോൾ നമ്മളാണെന്നുണ്ടെങ്കിൽ നേരെ അങ്ങോട്ട് പറപ്പിച്ചങ്ങോട്ട് പോവാം. എനിവേ ഇവിടുന്ന് അങ്ങോട്ട് കട്ട് ചെയ്ത് കയറാം, അതാണ് നല്ലത്. അപ്പോൾ അവിടെ തന്നെ സംഭവം നിൽക്കുന്നത് എനിക്ക് ദൂരക്കാഴ്ച കുറവായതോട്ട് അവിടെ എന്തോ ഒരു സംഭവം നിൽക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ മോനെ ഒട്ടകം, അപ്പോൾ കേസ് ഇതാണ് ഒട്ടകം. അല്ല അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഈ ഒട്ടകത്തിന് എൻ്റെ മോനെ ഉമ്മാരുന്നാലും എങ്ങനെ ഈ സാധനത്തിനൊക്കെ ഇങ്ങോട്ട് എത്തിച്ചേ നമുക്കൊന്ന് പോയി നോക്കിയൊക്കെ ഏത് ഒട്ടകമാണ്. നമുക്ക് ഈ ഒട്ടകത്തിനെ കിട്ടുമെന്നാവും. പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഒട്ടകത്തിനെ മേടിക്കാം കേസ്. ഇവനെ നമുക്കങ്ങ് മേടിച്ചാലോ. ഇവനെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു. നമുക്ക് എന്തായാലും ഇവനെ അങ്ങോട്ട് മേടിക്കാം. എന്തായാലും ഇവൻ്റെ പുറത്ത് കയറണോ, ചോട്ട് കിട്ടുമോ? വെറുതെ എന്തിനാണ് ചോട്ട് മേടിക്കണേ. നമുക്ക് എന്തായാലും അവിടെ മറ്റേ ജോണിനോട് പറഞ്ഞിട്ട് ഒട്ടകത്തിനെ സെറ്റാക്കാം. ഓക്കെ ഗെയ്സ്, അപ്പോൾ നമുക്കാണെന്നുണ്ടെങ്കിൽ ഒട്ടകത്തിന് അവൻ തന്നിട്ടുണ്ട്. നമ്മളാണെന്നുണ്ടെങ്കിൽ ഒരു 1.5 ലക്ഷം റുപ്യ എടുത്തിട്ട് ഒട്ടകത്തിന് അങ്ങ് മേടിച്ചിട്ടുണ്ട്. എൻ്റെ മോനെ ഇതെന്താ ഇങ്ങനെയൊക്കെ ഇരിക്കാൻ പറ്റുള്ളൂ. നമ്മളാ മറ്റേ സിനിമയിലൊന്നും കാണുന്ന പോലെ ഇരിക്കാൻ പറ്റത്തില്ല. ഈ ശരി, ഇത് ചെറിയ ഒട്ടകമാണ് ഗെയ്സ്, കുഞ്ഞൊട്ടകം. അതായത് ഒരു മീഡിയം ലെവൽ ഒട്ടകം, കുഞ്ഞല്ല എന്നാലൊരു വയസ്സായിട്ടില്ല എന്ന് പറയുന്ന ഒരു ലെവലിൽ ഒട്ടകമാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിനങ്ങ് കൊണ്ടുപോകും വീട്ടിലോട്ട്. ഇനി എൻ്റെ GTR ജോൺ എടുത്തുകൊണ്ട് വരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ജോൺ GTR ഇത് ഓടുമോ? അത് ശരി, ഒട്ടകം ഓടും കേസ്, സീൻ ഒട്ടകമാണ്. എന്തായാലും ഫിറോസൊക്കെ കാണണ്ട. ഫിറോസക്കാടെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഞാൻ പോണത്. ഫിറോസൊക്കെ അതിനൊപ്പം പിടിച്ചോണ്ട് പോകും. ഒട്ടക ഫ്രൈ ഉണ്ടാക്കുക, ഒട്ടക മന്തി ഉണ്ടാക്കാന്ന് പറഞ്ഞു. അയ്യോ ഓടിക്കോ ഫിറോസൊക്കെ പിന്നാലെ കൂടി. ഒട്ടകം ഒന്ന് സ്പീഡ് പോടാ, അല്ലെ ഇപ്പം ഫ്രൈ ആവും. അപ്പോൾ ഒട്ടകം പറഞ്ഞാൽ കേൾക്കണ ഒട്ടകമായതോട്ട് അതാ പിന്നെ തോന്നുന്നു ഓടറാ, അതാ തിരിച്ചു പോകുന്നത്. അയ്യോ ഓടറാ, ഓടിക്കോ, ഓടങ്ങോട്ട്. ഇനിയിപ്പോൾ നടുറോട്ട് കൂടെ പോയി വണ്ടി വല്ലതും ഇടിക്കുമെന്നാവും. എല്ലാവരും വഴി മാറി തരും തോന്നുന്നു. കാരണം ഇത്രയും ഹൈറ്റിൽ ഞാനിരിക്കുമ്പോൾ എല്ലാവർക്കും കാണാൻ പറ്റുമായിരിക്കും. ഇവൻ എന്തുവാടായി ചെയ്യുന്നത്? പറഞ്ഞത് അനുസരിക്കുമെന്ന് പറഞ്ഞത് ഇപ്പോൾ തെറ്റായോ? ഇവൻ അങ്ങ് അനുസരിക്കുന്നില്ല കേസ്. ഇവനാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ടും കിടന്ന് ഓടുന്നത്. അത് നമുക്ക് എന്തായാലും ഓടാം, അതന്നെ ഓടാം. അയ്യോ ഇത് എത്തുന്നില്ല. വീട് എന്തായാലും എത്താറായി. ദാസപ്പന് അവിടെ എത്തിയെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എന്തായാലും അവിടെ നിന്ന് പോയി ചോദിച്ചു നോക്കാം. അല്ല പക്ഷേ അവിടെ പോയി നോക്കാം ദാസപ്പൻ അവിടെ ഉണ്ടോയെന്ന്. എന്തായാലും ഇതിൻ്റെ മേലെ കയറിയിരുന്നിട്ട് ഒരു എക്സ്പീരിയൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഷോക്ക് എക്സ്പീരിയൻസ് ആണ്. ഇതിന് ഓടാൻ നേരെ വയ്ക്കൂല, പക്ഷെ അത് ഓടുന്നുണ്ട്. ചേച്ചി എങ്ങനെയുണ്ട് എൻ്റെ ഒട്ടകം? മൈൻഡ് ഇല്ല കേട്ടോ, ഒന്നുകൂടി കാണിച്ചു തരാം. എങ്ങനെയുണ്ട് എൻ്റെ ഒട്ടകം? ഇത് പിന്നെ മൈൻഡ് ഇല്ലല്ലോ. എങ്ങനെയുണ്ട് എൻ്റെ ഒട്ടകം? ഹലോ, മൈൻഡില്ല. നമുക്ക് പോവാം. ആരും കണ്ടില്ല തോന്നുന്നു. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം. എന്തായാലും ഒട്ടകം ഒരു കില്ലാടി തന്നെ. വേഗം നടക്കടാൻ കിട്ടുക. വേഗം നടക്കണം എന്ന് പറഞ്ഞപ്പോൾ നടക്കണില്ലല്ലോ. അയ്യോ, അപ്പം പറഞ്ഞനുസരിക്കൊന്ന് അപ്പം നടന്നു. നമുക്കെന്തായാലും ഇവനെ കൊണ്ടുപോയിട്ട് ഒന്ന് കുളിപ്പിക്കണം. ഇവനാണെന്നുണ്ടെങ്കിൽ അത്ര യാത്രയിലായിരുന്നില്ലേ. അപ്പോൾ നമുക്കാണെന്നുണ്ടെങ്കിൽ ഇവനെ വേഗം വീട്ടിലോട്ടാണ് കൊണ്ടുപോകാം. ദാസപ്പനെ അവിടെ വിളിക്കുക. ദാസപ്പൻ എടുത്തിട്ട് പൂളിലോട്ട് അങ്ങോട്ടാണ്. അതാണ് അപ്പോൾ നമ്മുടെ അടുത്ത പരിപാടി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവർക്കും നാട്ടുകാർക്കും കൂട്ടുകാർക്കും എല്ലാവർക്കും ഷെയർ ചെയ്യാനും മറക്കണ്ട. താങ്ക് യു ഫോർ ദ വാച്ചിങ്. താങ്ക് യു, ബൈ.